വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ അങ്ങനെ കമലനും വിഷ്ണുവും ബാൻഡ് മേളക്കാരും എല്ലാവരും കൂടി പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് കുടുംബശ്രീ വീടിൻ്റെ അവിടത്തേക്ക് വരികയാണ്. വിഷ്ണുവും കമലിനും ഒക്കെ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട്. വിഷ്ണു ആണെങ്കിൽ കമലം പാട്ട് പാടുന്നുണ്ട്, വിഷ്ണുവും പാടുകയാണ്. ഒരു പ്രാവശ്യം പറഞ്ഞ കാര്യം തന്നെ വിഷ്ണു വീണ്ടും വീണ്ടും അങ്ങ് ആവർത്തിച്ച് പറയുകയാണ്. ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നാൽ നമ്മൾ കുടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാകും, ഡീസൻ്റ് ആയിരിക്കണം, കള്ളുടിയന്മാർ ഒരു പ്രാവശ്യം പറയുന്ന വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് കമലിനെ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം സുസ്മിത വണ്ടിക്കകത്തിരുന്ന് ആലോചിക്കുകയാണ്, ഇതെന്താ പാമ്പുകളുടെ സംസ്ഥാന സമ്മേളനമോ എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കമലം കാണുന്നുണ്ട്, സുസ്മിത അതിനകത്തിരിക്കുന്നത് കാണുകയാണ്. അതിനു മുന്നേ ഇന്ന് ആഘോഷിക്കാനുള്ള ദിവസമാണ്, എൻ്റെ ശാലിനി IAS എടുത്ത ദിവസമാണെന്നൊക്കെ വിഷ്ണു അങ്ങ് അതോരാതെ അങ്ങ് പറയുകയും പാട്ട് പാടുകയും ഡാൻസ് കളിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അന്നേരം പിന്നെ കമലം ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഏട്ടത്തിയമ്മയ്ക്ക് IAS അങ്ങോട്ട് കൊടുത്തതല്ലേ എന്ന്. അന്നേരം രണ്ടും ഒന്ന് തന്നെയാടാ, നീ വീണ്ടും വീണ്ടും കള്ളുടിയമ്മയുടെ സ്വഭാവം കാണിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് നിൽക്കാനൊന്നും ആടിയാണ് രണ്ടുപേരും നടക്കുന്നതും ഡാൻസ് കളിക്കുന്നതും ഒക്കെ. നേരം കമലൻ സുസ്മിതയെ കാണുകയാണ്. ദേ സുസ്മിത എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു കമലിനെ ഒന്ന് പൊട്ടിക്കുകയാണ്. ആ പേരിവിടെ പറഞ്ഞു പോലെന്ന് പറയുമ്പോൾ ഒന്നുകൂടി കണ്ണൊക്കെ തിരുമിയിട്ട് അല്ല സുസ്മിത തന്നെ അതേ കാറിനകത്തെന്ന് പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. അന്നേരം അത് തന്നെയല്ലോ എന്ന് പറഞ്ഞിട്ട് ഗ്ലാസിൻ്റെ വണ്ടിയുടെ ബാക്ക് സൈഡിലെ ഡോറിൻ്റെ അടുത്ത് എന്നിട്ട് ഗ്ലാസ് ഇങ്ങനെ താക്കാനായിട്ട് ഹലോ എന്നൊക്കെ വിളിച്ചിട്ട് ചില കള്ളോടിയന്മാർ സംസാരിക്കുന്നത് പോലെ ഇങ്ങനെ താക്കാൻ പറയുകയാണ്. സുസ്മിത കുറേ നേരം മിണ്ടായിരിക്കുന്നുണ്ട്. പക്ഷേ വിഷ്ണുവിൻ്റെ ബഹളം കാരണം ഗ്ലാസ് താക്കുകയാണ്. അന്നേരം ഇയാളാണോ മിസ് സുസ്മിത എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അല്ല എന്ന് പറഞ്ഞ് സുസ്മിത അങ്ങ് തിരിഞ്ഞിരിക്കുകയാണ്. അന്നേരം വിഷ്ണു കമലിനോട് പറയുകയാണ്, ഇടാ ഞാൻ പറഞ്ഞില്ലേ ഇത് സുസ്മിതയൊന്നുമല്ല, ഇത് ഏതോ ഒരു ഡീസൻറ്റ് പെങ്കൊച്ചാണ്, അവളെ പോലെ ഒരുത്തി മാത്രമേ കാണുകയുള്ളൂ, വേറെ ആർക്കും അങ്ങനെ ആവാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ സുസ്മിതയ്ക്ക് അതൊരു അപമാനമായിട്ട് തോന്നുകയാണ്. സുസ്മിത പെട്ടെന്ന് ഗ്ലാസ് അങ്ങ് പോക്കുന്നുണ്ട്. അന്നേരം വീണ്ടും ഇവരങ്ങ് ഡാൻസ് കളിക്കുകയാണ്. നമുക്ക് മെയിൻ അജണ്ടയിലേക്ക് കടക്കാം എന്ന് പറയുമ്പോൾ മദ്യപാനം എന്നിങ്ങനെ കമലം പറയുകയാണ്. അതല്ല ആഘോഷം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ആടിപ്പാടി പിറകെ ബാൻഡ് മേളമൊക്കെ ആയിട്ട് കുടുംബശ്രീയുടെ മുറ്റത്തേക്ക് കയറുകയാണ്. അന്നേരം സുസ്മിത കരുതുന്നുണ്ട്, ഇതിൻ്റെ പുറകെ പോയാൽ മണം പിടിച്ച് പോയാൽ എന്തെങ്കിലും കിട്ടാതിരിക്കില്ല, ചെറിയൊരു തെളിവെങ്കിലും കിട്ടുമെന്നും പറഞ്ഞ് സുസ്മിത കാറിൽ അവിടെ തന്നെ ഇരിക്കുകയാണ്. ഇതേസമയം ശാലിനി ആണെങ്കിൽ അകത്ത് ആകെ വിഷമിച്ചിരിക്കുകയാണ്. സത്യഭാമയോട് സത്യം ചെയ്ത് കൊടുത്തതൊക്കെ ഓർത്തിട്ട് കളക്ടർ ആവില്ല എന്ന്. അന്നേരമാണ് ശ്യാമ ശാലിനിയുടെ അടുത്തേക്ക് വരുന്നത്. ഇന്നത്തെ ദിവസമെങ്കിലും ചേച്ചി ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ സന്തോഷമായിട്ടിരിക്കുക, എത്ര നാളത്തെ പരിശ്രമമാണ് ഫലം കണ്ടത് എന്നൊക്കെ പറയുമ്പോൾ അമ്മ പറഞ്ഞത് ഓർത്തിട്ടാണെങ്കിൽ വിഷമിക്കുകയൊന്നും വേണ്ട, അമ്മയുടെ പേടി കൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞതെന്നും പറഞ്ഞ് ശ്യാമ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അന്നേരം ശാലിനി പറയുകയാണ്, അമ്മയ്ക്ക് ആ പേടി ഉണ്ടായത് എവിടെ നിന്നാണ്, ജീവിതാനുഭവങ്ങളിൽ നിന്നും തന്നെയാണ്. അമ്മയാണെങ്കിൽ ഇതുവരെ സ്വന്തം കാര്യം പേടിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? ഇല്ല, നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ഓർത്ത് തന്നെയാണ് അമ്മയ്ക്ക് വിഷമം. സത്യമ്മയുടെ വീട്ടിൽ നിന്ന് ഇപ്പം എന്നെ പുറത്താക്കിയിരിക്കുകയാണ്. അപ്പോൾ സത്യമ്മ പറഞ്ഞൊക്കെ അനുസരിച്ച് ജീവിച്ചാൽ എന്തെങ്കിലും ഒരു ദിവസം മകൻ്റെ ഭാര്യയെ തിരിച്ചു വിളിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് അമ്മ എന്നൊക്കെ പറഞ്ഞ് ശാലിനി സങ്കടപ്പെടുന്നുണ്ട്. അന്നേരം ശ്യാമ പറയുന്നുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇന്നത്തെ ഒരു ദിവസം സന്തോഷിക്കാനാണ് ഞാൻ പറഞ്ഞത് എന്നിങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം പുറത്ത് വിഷ്ണുവും കമലനും ബാക്കി എല്ലാവരും മുറ്റത്തെത്തുകയാണ്. ആടിപ്പാടിയൊക്കെ വരുന്ന വിഷ്ണു കഴുത്തിലൊരു മാലയൊക്കെ ഇട്ടിട്ടുണ്ട്. അന്നേരം നമ്മളിതാ എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ലൈസൻസ് എന്ന് പറയുകയാണ്. അന്നേരം കമല ഒന്ന് കണ്ണൊക്കെ വെട്ടിച്ച് നോക്കുകയാണ്. അതെന്താ ആശാനെ? അല്ല ലൈസൻസ്, നമ്മൾ IAS കാരിയുടെ ഭർത്താവല്ലേ ഞാൻ, അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു ഇത് നമ്മൾ കീപ്പ് ചെയ്യണ്ടേ, അതിനാണ് മിണ്ടാതിരിക്കാൻ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം കമല ഒന്നുകൂടെ പറയുകയാണ്, അതിന് സൈലൻസ് എന്നാണ് ആശാനെ പറയുന്നതെന്ന്. അന്നേരം അത് തന്നെ അല്ലേടാ ഞാനും പറഞ്ഞത്, ലൈസൻസ് എന്ന്. വിഷ്ണു ആണെങ്കിൽ നല്ല ഒരു കള്ളുപിടിയനായിട്ട് നന്നായിട്ട് അങ്ങ് തകർത്ത് അഭിനയിക്കുന്നുണ്ട്. അതേസമയം അത് പറഞ്ഞത് വിഷ്ണുവിന് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല, തിരുത്തി പറഞ്ഞത്. അന്നേരം കമലിനെ ഒരടി ഉടുക്കുകയാണ്. നിനക്ക് സംസാരിക്കാൻ അവകാശമില്ല, നീ ഇവിടെ മിണ്ടായിരുന്നോണം, ഞാൻ പോയി, നീ IAS കാരിയെ കണ്ടിട്ടുണ്ടോ, ഇപ്പം കാണിച്ചു തരാം, ആദ്യം ഞാൻ പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കഴുത്തി കിടന്ന മാലയും അടിച്ചുകൊണ്ടിരുന്ന കുടമൊക്കെ കമലിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് അപ്പോൾ എല്ലാവരും ലൈസൻസ് എന്ന് പറഞ്ഞിട്ട് എവിടെ IAS കുട്ടിയെന്നും പറഞ്ഞ് വിഷ്ണു ഓടി അകത്തേക്ക് കയറുകയാണ്. തുടർന്ന് അകത്ത് നിന്ന് ശാലിനിയോട് പറയുകയാണ്, ഞാൻ കുഞ്ഞിച്ച് ഭക്ഷണം കഴിക്കാൻ വിളിക്കാനാണ് വന്നതെന്ന് പറയുമ്പോൾ അമ്മ ഓടി വരട്ടെ എന്ന് പറയുകയാണ്. അന്നേരം അമ്മ വരുമ്പോൾ ഒരുപാട് താമസിക്കും, ഗർഭിണികൾ ഇങ്ങനെ വിശന്നിരിക്കാനായിട്ട് പാടില്ല, ഇത്തിരി കൂടി കഴിഞ്ഞാൽ വയറ്റിനുള്ളിലെ കുഞ്ഞാവ എങ്ങോട്ട് മുക്കറയിട്ട് തുടങ്ങും എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ആദ്യത്തെ പ്രസവം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ശാലിനിയുടെ വയറിലേക്ക് ഇങ്ങനെ കൈവയ്ക്കുകയാണ്. ഈ സമയത്താണ് വിഷ്ണു അകത്തേക്ക് ശാലിനി എന്നും പറഞ്ഞിങ്ങനെ കയറുന്നത്. അത് ഇവരാരും കാണുന്നില്ല, പക്ഷേ ശ്യാമ പറയുന്നത് വിഷ്ണു കേൾക്കുകയാണ്. അന്നേരം വിഷ്ണു അങ്ങ് ആകെ അന്തം വിട്ട് വിഷ്ണു വീഴാൻ
വീഴാൻ പോകുന്നുണ്ട്, പക്ഷെ തൂണി പിടിച്ചങ്ങ് നിൽക്കുകയാണ്. പക്ഷെ അതൊക്കെ വ്യക്തമായിട്ട് വിഷ്ണു കേൾക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, അല്ല ഗർഭിണിക്ക് ഇനി പ്രത്യേകിച്ച് വേറെന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ കൊണ്ടുവരാമെന്ന് ശ്യാമ പറയുന്നുണ്ട്. അന്നേരം എന്താടിയും ചോദിക്കുമ്പോൾ, അല്ല പച്ചമാങ്ങയോ വല്ലോ വേണമെങ്കിൽ തൊടിയിന്ന് ഒപ്പിക്കാം, പിന്നെ കുഞ്ഞിന് നല്ല ആരോഗ്യം വേണ്ടേ എന്നൊക്കെ പറയുമ്പോൾ ശാലിനി ഗർഭിണിയാണ് എന്നുള്ളത് അവിടെ വിഷ്ണു നന്നായിട്ട് വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ട്. വിഷ്ണുവിന് ആകെ സന്തോഷമുണ്ട്, ശബ്ദമൊന്നും പുറത്തേക്ക് വരുന്നില്ല. വിഷ്ണു അവിടെ തന്നെ നിൽക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, അല്ല ഇനി സ്പെഷ്യൽ മസാല ദോശ വല്ലതും വേണമെങ്കിൽ ശാരി ചേച്ചിയോട് പറയാം, വലിയ ചേച്ചിന്ന് ഇങ്ങനെ വിളിക്കുകയാണ്. അന്നേരം പോടി എവിടെ നിന്നൊക്കെ പറഞ്ഞ് ശാലിനി ഇങ്ങനെ കണ്ണുകൊത്തിയിരിക്കുന്നതും ക്ഷമയെ കളിയാക്കുന്നതും ഒക്കെ വിഷ്ണു കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്ത് വിഷ്ണുവിന് ആ സന്തോഷം പറഞ്ഞറിയിക്കാനേ കഴിയുന്നില്ല. തുടർന്ന് ഇനി മസാല ദോശ എന്നും പറഞ്ഞ് അകത്ത് നിന്ന് ശാരിയെ ഓടി ഇറങ്ങുമ്പോഴാണ് ആ വാതിൽക്കൽ ഇങ്ങനെ തൂണിൽ പിടിച്ച് നിൽക്കുന്ന വിഷ്ണുവിനെ കാണുന്നത്. അന്നേരം പക്ഷേ ശ്യാമ കാണുന്നില്ല. ശ്യാമ വീണ്ടും അങ്ങ് സംസാരിക്കുകയാണ്, ദേ ഇവിടുത്തെ കടിഞ്ഞൂൽ ഗർഭിണിക്ക് മസാല ദോശ വേണം എന്നൊക്കെ പറയുമ്പോൾ ശാരിക പെട്ടെന്ന് അല്ല വിഷ്ണുവേട്ടനോ എന്ന് പറയുമ്പോഴാണ് ശാലിനിയും ശ്യാമയും കൂടി വിഷ്ണുവിനെ കാണുന്നത്. തുടർന്ന് ശാലിനി അങ്ങ് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. ശ്യാമയും അന്തം വിട്ട് നിൽക്കുകയാണ്, ശാലിനി അന്തം വിട്ട് നിൽക്കുകയാണ് വിഷ്ണുവിനെ കണ്ടിട്ട്. തുടർന്ന് വിഷ്ണു അങ്ങ് ഓടി അകത്തേക്ക് കയറി വന്നിട്ട് ശാലിനി ഇങ്ങനെ അടിമുടി നോക്കുകയാണ്. താൻ ഗർഭിണിയാണോ, എന്താ എന്നോട് നേരത്തെ പറയാഞ്ഞത്, ഇതിപ്പോൾ ഇരട്ടി സന്തോഷമായല്ലോ, IAS പിന്നെ ഈ വിഷ്ണു ഒരച്ഛനാകാൻ പോകുന്നു, എനിക്ക് കുഞ്ഞാവുണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞ് ശാലിനിയും കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് അങ്ങ് ഉമ്മ കൊടുക്കുകയും വട്ടം ചുറ്റിയും ഒക്കെ ഇങ്ങോട്ട് വന്ന് നമുക്ക് സന്തോഷിക്കാം എന്നൊക്കെ പറയുകയാണ്. നേരെ ശാരികയും ശ്യാമയും കൂടി എന്ത് ചെയ്യുമെന്നുള്ള ഒരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. തുടർന്നും പറയുന്നുണ്ട്, നമുക്ക് ആഘോഷിക്കണം, കമലിനും ടീമും ഒക്കെ ഇതേ വെളിയിലുണ്ട്, ഫുൾ സെറ്റപ്പ് വെളിയിലുണ്ട്, നമുക്ക് ആടിപ്പാടി ആഘോഷിക്കാം, താൻ വന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് ശാലിനി ഇങ്ങനെ അങ്ങോട്ട് പിടിച്ച് കറക്കുകയാണ്. അന്നേരം ശാലിനി ഇങ്ങ് മാറുന്നുണ്ട്. തുടർന്നാണ് വിഷ്ണു പെട്ടെന്ന് അങ്ങ് സെറ്റിയിലേക്ക് വീഴുന്നത്. അന്നേരം നമുക്ക് സന്തോഷിക്കാം, ആഘോഷിക്കാം, വിഷ്ണുവിന് കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു ആകെ സന്തോഷത്തിലാണ്. അന്നേരമാണ് ശാലിനി ചോദിക്കുന്നത്, വിഷ്ണുവേട്ടൻ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഒരു ശകലം കഴിച്ചു, ഇന്നത്തെ ഒരു സന്തോഷത്തിന് എന്ന് പറയുമ്പോൾ ശാലിനി പെട്ടെന്ന് മനസ്സിലെന്തോ അങ്ങ് ഓർക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, വിഷ്ണുവേട്ടൻ ആഘോഷിച്ചോ കഴിച്ചോ അതിനൊന്നും സാരമില്ല, പക്ഷേ അത് ശാലിനി IAS ആയതിന് മാത്രം മതി, ഞാൻ ഗർഭിണി ഒന്നും അല്ല എന്ന് പറയുമ്പോൾ വിഷ്ണുവിൻ്റെ മുഖം പെട്ടെന്നങ്ങ് വാടുകയാണ്. തുടർന്ന് വിഷ്ണുവിൻ്റെ മുഖത്തെ സന്തോഷമൊക്കെ പെട്ടെന്നങ്ങ് മായുകയാണ്. അന്നേരം വിഷ്ണു ഒരു കൊച്ചുകുട്ടിയെ പോലെ ഇങ്ങനെ എഴുന്നേറ്റിട്ട്, അപ്പോൾ തൻ്റെ കാര്യമല്ലേ ഇവിടെ പറഞ്ഞത്, പിന്നെ വിശന്നിരുന്നാൽ കുഞ്ഞാവയ്ക്ക് വിശക്കും എന്നൊക്കെ പറഞ്ഞതോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം എന്താ വിഷ്ണുവേട്ടാ, അത് വിഷ്ണുവേട്ടൻ കുടിച്ചത് കൊണ്ട് തോന്നുന്നതാണ്, ഇവിടെ ശ്യാമയല്ലേ ഗർഭിണി, അപ്പോൾ ശ്യാമയ്ക്കാണ് കുഞ്ഞാവ എന്ന് പറയുകയാണ്. അന്നേരം ഞാൻ വ്യക്തമായിട്ട് കേട്ടതാണല്ലോ, ഇല്ല തൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ ശ്യാമ പറഞ്ഞത് വിഷ്ണുവേട്ടൻ കേട്ടില്ലേ, അത് കുഞ്ഞാവ എൻ്റെ ആണെന്ന് ഓർക്കണമെന്ന്. അന്നേരം അത് ഞാൻ കേട്ടു, പക്ഷേ എന്നും പറഞ്ഞ് ഇങ്ങനെ വിഷ്ണു നിൽക്കുകയാണ്. അപ്പോൾ മസാല ദോശയുടെ കാര്യം പറഞ്ഞല്ലോ എന്ന് വിഷ്ണു ചോദിക്കുകയാണ്. അന്നേരം ശാരിക പറയുകയാണ്, ഇവിടെ ഹോട്ടലിൽ കിട്ടുമെങ്കിലും എൻ്റെ കൈ കൊണ്ടുണ്ടാക്കുന്ന മസാല ദോശയാണ് അവൾക്ക് ഇഷ്ടം, വെറുതെ ഇങ്ങനെ കൊതിയും കൊണ്ടിരിക്കുകയാണ്, ഞാൻ വല്ലപ്പോഴും അല്ലേ വരുന്നത്, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ വിഷ്ണു പിന്നെ അങ്ങ് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അന്നേരം ശാലിനി പെട്ടെന്ന് അങ്ങ് വിഷയം മാറ്റാനായിട്ട് വിഷ്ണുവിനെ വിഷമിപ്പിക്കാൻ വേണ്ടി തന്നെ അങ്ങ് പറയുകയാണ്. ശാലിനി എല്ലാം സംസാരിക്കുന്നുണ്ടെങ്കിലും വിഷ്ണുവിൻ്റെ മുഖത്ത് നോക്കുന്നില്ല, ഇങ്ങനെ വെട്ടിത്തിരിച്ചാണ് പറയുന്നത്. തുടർന്ന് ശാലിനി പറയുന്നുണ്ട്, വിഷ്ണുവേട്ടൻ സന്തോഷം വരുമ്പോൾ കുടിച്ചോ, അതിനൊന്നും കുഴപ്പമില്ല, പക്ഷേ എൻ്റെ കൂടപ്പിറപ്പുകളുടെ മുമ്പിൽ വെച്ച് ഞാൻ ഗർഭിണിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബോറാക്കരുത്, അതൊക്കെ മോശമാണ് എന്ന് പറഞ്ഞിങ്ങനെ ശാലിനി കരയുകയാണ്. പക്ഷേ ശാലിനിക്ക് വിഷ്ണുവിനോട് കള്ളം പറയുന്നതുകൊണ്ടുള്ള സങ്കടം കൊണ്ടാണ് ശാലിനി അവിടെ കരയുന്നത്. അന്നേരം വിഷ്ണുവിന് പെട്ടെന്ന് ചെറിയൊരു വെളിവ് വരികയാണ്. അയ്യോ അപ്പം ഞാൻ അത്ര ബോറായി പോയല്ലേ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങ് സെറ്റിലേക്ക് അങ്ങ് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് എഴുന്നേച്ചിട്ട് പറയുകയാണ്, അത് കുടിച്ചത് കൊണ്ടാണ്, സന്തോഷം കൊണ്ടാണ്, സോറി ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് ശാലിനിയോടും ശ്യാമയെ സോറി എന്ന് പറയുകയാണ്, ശാരികയോട് സോറി എന്ന് പറഞ്ഞിട്ട് ശാലിനിയോടും പറയണം, തന്നോടും സോറി കേട്ടോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു പെട്ടെന്ന് ശാലിനിയുടെ വയറിലേക്ക് ഇങ്ങനെ ചെവി വയ്ക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛൻ്റെ കുഞ്ഞാവയ്ക്കും സോറി കേട്ടോ, അച്ഛനോടൊന്നും തോന്നല്ല കേട്ടോ മക്കളെ എന്നൊക്കെ പറഞ്ഞ് വയറിലേക്ക് ഇങ്ങനെ കൈവച്ച് തടവി ചെവി വെച്ച് ഇങ്ങനെ സംസാരിച്ചിട്ട് ചെവി ഇങ്ങനെ കോർക്കുകയാണ്. അന്നേരം ശാലിനിക്ക് ആകെ അങ്ങ് വിഷമാവുന്നുണ്ട്. ശ്യാമയും ശാരികയും ഒക്കെ അതുകൊണ്ട് സങ്കടമാണ് വിഷ്ണുവിൻ്റെ അവസ്ഥ കണ്ടിട്ട്. എന്നിട്ട് പെട്ടെന്ന് ശാലിനി ആണെങ്കിൽ വിഷ്ണുവിൻ്റെ കൈ അങ്ങ് പിടിച്ച് മാറ്റിയിട്ട്, എന്താ വിഷ്ണുവേട്ടാ അത്, കുഞ്ഞാവ് ഇവിടെയല്ല അവിടെയാണ് എന്നിങ്ങനെ ശ്യാമയെ ചൂണ്ടി പറയുകയാണ്. അന്നേരം അത് ഞാൻ മറന്നുപോയി, ഞാൻ എന്തൊരു മണ്ടനല്ലേ, ശ്യാമയെ സോറി, ശ്യാമയുടെ കുഞ്ഞാവയ്ക്കും സോറി എന്നിങ്ങനെ ശ്യാമയുടെ വയറിലേക്ക് ശ്യാമയുടെ നോക്കി ഇങ്ങനെ പറയുകയാണ്.
എന്നിട്ട് പറയുകയാണ്, ദേ ഞാൻ വേറെ ഒരു മണ്ടത്തരവും കാണിച്ചു, ഞാൻ വരുന്ന വഴിക്ക് സുസ്മിതയെ പോലെ ഒരു പെണ്ണിനെ കണ്ടു, സുസ്മിതയാണെന്ന് വിചാരിച്ചു, ഞാൻ എന്തൊരു മണ്ടനല്ലേ, സുസ്മിത അല്ലെങ്കിൽ ഈ പരിസരത്ത് വരാനായിട്ട് ധൈര്യപ്പെടുമോ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു ആകെ കള്ള് കുടിച്ചത് കൊണ്ട് ആ ഒരു ലക്ക് കെട്ട് സംസാരമാണ്. പക്ഷേ വിഷ്ണു വ്യക്തമായിട്ട് കേട്ടതാണ്, പക്ഷെ കള്ള് കുടിച്ചത് കൊണ്ട് വിഷ്ണു മാറി കേട്ടതാണെന്ന് പറഞ്ഞ് ശാലിനി എല്ലാവരും കൂടി വിഷ്ണുവിനെ അങ്ങ് വിശ്വസിപ്പിക്കുകയാണ്. ഇതേസമയം മുറ്റത്ത് നിന്ന് ബാൻഡ് മേളക്കാരും കമലിനും ഒക്കെ കമലൻ നിന്നങ്ങ് ക്ഷീണിക്കുകയാണ്, ഒന്ന് തറയിലേക്ക് അങ്ങ് ഇരിക്കുന്നുണ്ട്. അന്നേരം ബാൻഡ് മേളം കൊട്ടിക്കൊണ്ടെന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട്, ആശാൻ എന്താ വരാൻ വൈകുന്നതെന്ന്. അന്നേരം ഏട്ടത്തിയമ്മ കളക്ടർ ആയതിൻ്റെ പിന്നെ തുടർന്നുള്ള പരിപാടികളൊക്കെ ചർച്ച ചെയ്യുകയാണെന്ന് പറയുമ്പോൾ അതെന്ത് ചർച്ചയെന്ന് ചോദിക്കുകയാണ്. അന്നേരം കമലൻ പറയുന്നുണ്ട് 100 ദിന കർമ്മ പരിപാടി എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം എന്തായാലും ചന്തമുക്കിൽ പുതിയ ബിവറേജ് തുറക്കണമെന്ന് അയാൾ പറയുകയാണ്. അന്നേരം അത് നമുക്ക് പരിഗണിക്കാം എന്നും പറഞ്ഞ് കമലിനങ്ങ് ചാടി എഴുന്നേൽക്കുകയാണ്. തുടർന്ന് വിഷ്ണു പറയുകയാണ്, തനിക്ക് സർപ്രൈസ് തരാൻ വന്നിട്ട് മറന്നുപോയി, വന്നേന്നും പറഞ്ഞ് ശാലിനിയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് മുന്നോട്ട് വലിക്കുകയാണ്. അന്നേരം എന്താ വിഷ്ണു ഏട്ടാന്ന് ചോദിക്കുമ്പോൾ ശാരിക പറയുന്നുണ്ട്, കൊട്ടും പാട്ടും ഒക്കെ വന്ന് മുറ്റത്ത് നിൽക്കുകയാണെന്ന് പറഞ്ഞില്ലേ, നീ ചെല്ലെന്ന് പറയുകയാണ്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ശാലിനിയെയും പിടിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങുകയാണ്. അന്നേരം കമല വാടാന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ എല്ലാവരും കൂടി മുന്നോട്ട് വന്ന് വീണ്ടും പാട്ടും ഡാൻസും ഒക്കെ ശാലിനി അങ്ങ് മധ്യത്തേക്ക് നിർത്തിയിട്ട് വിഷ്ണുവും കമലനും എല്ലാവരും കൂടി അങ്ങ് ഡാൻസ് കളിക്കുകയാണ്. വിഷ്ണു ആണെങ്കിൽ ശാലിനിയെ ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യുകയാണ്, എൻ്റെ ശാലിനിക്കുട്ടി സായി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതുകൊണ്ട് സന്തോഷിച്ച് ശാരികയും ശ്യാമയും ഒക്കെ അവിടെ നിൽക്കുകയാണ്. ഇതേ സമയത്ത് പിന്നെ സുസ്മിതയാണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ മറിഞ്ഞു നിന്നെല്ലാം കാണുകയാണ്. ഇവളെ മുൻനിർത്തി ഈ പേക്കൂത്ത് കാണിക്കുന്ന എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ, എന്തായാലും ഒരു വീഡിയോ എടുത്ത് കളയാമെന്നും പറഞ്ഞ് വിഷ്ണുവും ശാലിനിയും എല്ലാവരും കൂടി കളിക്കുന്നതും കമലിനും എല്ലാവരും കൂടി കളിക്കുന്ന ആ വീഡിയോ സുസ്മിത തൻ്റെ ഫോണിലേക്ക് എടുക്കുകയാണ്. ശാലിനി ആകെ സന്തോഷത്തിലാണ്, വിഷ്ണുവിൻ്റെ സന്തോഷമൊക്കെ കണ്ടിട്ട്. തുടർന്ന് പറയുകയാണ്, ഈ സന്തോഷം അണയ്ക്കാനായിട്ട് സൗകര്യം പോലെ ഈ വീഡിയോ അങ്ങോട്ട് ഫാമാൻറ്റിക്ക് അയച്ചു കൊടുക്കാം, ഇനി ഇവിടെ കൂടുതൽ സമയം നിന്ന് കൂടുതൽ വാങ്ങിച്ച് കിട്ടണ്ട, പോയേക്കാന്ന് പറഞ്ഞിട്ട് സുസ്മിത വണ്ടി കയറി അങ്ങ് പോവുകയാണ്. ഇതൊന്നും സുസ്മിതയെ ആരും കാണുന്നില്ല. പിന്നീട് വിഷ്ണു കമലനോ ശാരികയോ ശ്യാമയോ ശാലിനിയോ ആരും കാണുന്നില്ല. അവരെല്ലാവരും ആ ഡാൻസും പാട്ടും ആകെ ഒരു ബഹളത്തിലാണ്. തുടർന്ന് സുസ്മിതയാണെങ്കിൽ ആ വീഡിയോ സത്യഭാമയ്ക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അന്നേരം കാറിൽ പോകുന്ന ഭാമയാണെങ്കിൽ മെസ്സേജിൻ്റെ ശബ്ദം കേട്ട് ഫോൺ എടുത്ത് നോക്കുമ്പോൾ വാട്സപ്പിലെ വീഡിയോ മെസ്സേജ് അങ്ങനെ എടുത്ത് ഓണാക്കുമ്പോൾ വിഷ്ണു ശാലിനിയെ ഇങ്ങനെ വട്ടം ചുറ്റിച്ച് ഡാൻസ് കളിക്കുന്നതും എല്ലാവരും കൂടി മുറ്റത്ത് നിന്ന് ആർത്തുല്ലസിക്കുന്നതും ശാലിനിയെ വിഷ്ണു ആണെങ്കിൽ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുന്നതും ഒക്കെ കാണുകയാണ്. അത് കാണുമ്പോൾ സത്യഭാമയ്ക്ക് ആകെ അങ്ങ് ദേഷ്യം വരികയാണ്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സത്യഭാമ നേരെ കുടുംബശ്രീയിലേക്ക് ചെല്ലുമോ അതോ ബാക്കി ഇനി എങ്ങനെയാണ് എന്നുള്ളതൊക്കെ വിഷ്ണുവിന് ബോധം തെളിയുമ്പോൾ ബാക്കിയൊക്കെ ഓർമ്മിച്ചെടുക്കുമോ എന്നുള്ളതൊക്കെ അടുത്ത എപ്പിസോഡിൽ. ഓക്കെ, താങ്ക് യു.